മുൻ IPS ഉദ്യോഗസ്ഥൻ ജേക്കബ് തോമസ് പ്രതിയായ ഡ്രഡ്ജർ അഴിമതി കേസിൽ കേന്ദ്ര സർക്കാരിന് പിഴയിട്ട് സുപ്രീം കോടതി. തെറ്റായ വിവരം നൽകിയതിനാണ് കേന്ദ്രത്തിന് സുപ്രീം കോടതി 25,000 രൂപ പിഴയിട്ടത്. നെതർലൻഡ്സിലേക്ക് അന്വേഷണത്തിനായി പോകേണ്ട ഉദ്യോഗസ്ഥരുടെ പട്ടിക സംസ്ഥാന സർക്കാർ നൽകിയില്ലെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചത്. എന്നാൽ പട്ടിക നേരത്തെ തന്നെ കൈമാറിയെന്ന് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചു. തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടിയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കേന്ദ്ര സർക്കാരിനെ സുപ്രീം കോടതി വിമർശിച്ചത്. കേന്ദ്ര സർക്കാർ കോടതിയെ വിഡ്ഢിയാക്കുകയാണോ എന്നും സുപ്രീം കോടതി ചോദിച്ചു. ഡ്രഡ്ജർ അഴിമതി കേസിന്റെ അന്വേഷണത്തിനായി നെതർലാൻഡ്സിലേക്ക് പോകേണ്ട ഉദ്യോഗസ്ഥരുടെ പട്ടിക കൈമാറാൻ സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നവംബറിൽ തന്നെ കോടതി ആവശ്യപ്പെട്ട പട്ടിക സംസ്ഥാന വിജിലൻസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിരുന്നു. എന്നാൽ വിജിലൻസ് ഇതുവരെ പട്ടിക കൈമാറിയില്ലെന്ന് കേന്ദ്ര സർക്കാർ ഇന്ന് രാവിലെ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഈ വാദത്തെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ എതിർത്തു. നവംബറിൽ സംസ്ഥാന വിജിലൻസ് കേന്ദ്രത്തിനയച്ച കത്തിന്റെ പകർപ്പ് ഇരുവരും കോടതിക്ക് കൈമാറി. തുടർന്ന് ഇക്കാര്യത്തിലെ വസ്തുത അറിയിക്കാൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു താൻ കോടതിയെ അറിയിച്ചത് തെറ്റായ വിവരമാണെന്ന് വ്യക്തമാക്കി. ഉദ്യോഗസ്ഥർ അറിയിച്ച വിവരമാണ് കോടതിയിൽ അറിയിച്ചത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. 10,000-ലധികം കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കുണ്ടാകുന്ന ചെറിയ തെറ്റ് ക്ഷമിക്കണമെന്നും അദ്ദേഹം കോടതിയോട് അഭ്യർത്ഥിച്ചു. ഡ്രഡ്ജർ അഴിമതി കേസിലെ കൂട്ടുപ്രതിയായ ഡച്ച് കമ്പനിയിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന്റെ സഹായം കേരളം തേടിയിരുന്നു. ഇതിന് പിന്നാലെ കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നെതർലാൻഡ്സിലെ ഇന്ത്യൻ എംബസിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹേഗിലെ ഇന്ത്യൻ എംബസി നെതർലാൻഡ്സ് സർക്കാരിനോട് കേസിന്റെ വിശദാംശങ്ങൾ തേടി. പിന്നീടാണ് നെതർലാൻഡ്സിലേക്ക് പോകേണ്ട ഉദ്യോഗസ്ഥരുടെ പേര് കൈമാറാൻ കേരള പോലീസിനോട് കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നത്.